JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള MS Excel ആണ്. മെയിൻ എക്സാം സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള, അതായത് ടൈപ്പിസ്റ്റിന്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ് ആണിത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മോഡൽ എക്സാം നാളെയാണ്. മൂന്നാമത്തെ മോഡൽ എക്സാം ആണ് നാളെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ട് 90 മാർക്കിന് മുകളിൽ എല്ലാവരും മേടിക്കാൻ വേണ്ടി നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The intersection point of row and column in Excel is known as dash. The intersection point of row and column in Excel is known as dash. അതായത് എക്സലിലെ റോയുടെയും കോളത്തിന്റെയും വിഭജന പോയിന്റ് ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെല്ല്, ഓപ്ഷൻ ബി ഏരിയ, ഓപ്ഷൻ സി റേഞ്ച്, ഓപ്ഷൻ ഡി ഷീറ്റ്. ഇത് ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് റോ ആൻഡ് കോളം ഇൻ എക്സൽ ഈസ് നോൺ ആസ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. The basic arrangement for a spreadsheet is a dash. The basic arrangement for a spreadsheet is a dash. അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ അടിസ്ഥാന ക്രമീകരണം ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റോയ്, ഓപ്ഷൻ ബി സെല്ല്, ഓപ്ഷൻ സി ഗ്രിഡ്, ഓപ്ഷൻ ഡി കോളം. ദ ബേസിക് അറേഞ്ച്മെന്റ് ഫോർ എ സ്പ്രെഡ്ഷീറ്റ് ഈസ്, ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the purpose of the name box in MS Excel? What is the purpose of the name box in MS Excel? അതായത് MS Excelലെ നെയിം ബോക്സിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽസ് അഡ്രസ്, ഓപ്ഷൻ ബി ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽസ് റോ നമ്പർ, ഓപ്ഷൻ സി ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സ്പ്രെഡ്ഷീറ്റ്സ് നെയിം, ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽസ് കോളം അഡ്രസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നെയിം ബോക്സ് ഇൻ MS Excel? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഡിസ്പ്ലേസ് ദ ആക്റ്റീവ് സെൽസ് അഡ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ. How many worksheets are there in a workbook by default? How many worksheets are there in a workbook by default? അതായത് ഒരു വർക്ക് ബുക്കില് ഡിഫോൾട്ട് ആയി എത്ര വർക്ക്ഷീറ്റുകൾ ഉണ്ട്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. എത്ര വർക്ക്ഷീറ്റുകൾ ഉണ്ട്? ഓപ്ഷൻ ബി ആൻസർ 3. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, a row is referred by a dash. അതായത് എക്സലില് റോയെ ഡാഷ് ഉപയോഗിച്ചാണ് പരാമർശിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ നമ്പർ, ഓപ്ഷൻ ബി ആൽഫബറ്റ്സ്, ഓപ്ഷൻ സി ആൽഫ ന്യൂമറിക്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇൻ എക്സൽ റോ ഈസ് റെഫേർഡ് ബൈ, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എക്സൽ കളക്ഷൻ ഓഫ് 2 or more cell is called dash. അതായത് എക്സലില് 2 അതിലധികമോ സെല്ലുകളുടെ ശേഖരണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റോയ്, ഓപ്ഷൻ ബി റേഞ്ച്, ഓപ്ഷൻ സി കോളം, ഓപ്ഷൻ ഡി വർക്ക് ബുക്ക്. ഇൻ എക്സൽ കളക്ഷൻ ഓഫ് 2 or more cell is called, ഓപ്ഷൻ ബി ആണ് ആൻസർ, റേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോളസ്റ്റ് റേഞ്ച് ഇൻ എക്സൽ ഈസ് എ ഡാഷ്. അതായത് ഈ എക്സലിലെ ഏറ്റവും ചെറിയ ശ്രേണി
ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റോയ്, ഓപ്ഷൻ ബി സെല്ല്, ഓപ്ഷൻ സി ഷീറ്റ്, ഓപ്ഷൻ ഡി കോളം. എ സ്മോളസ്റ്റ് റേഞ്ച് ഇൻ എക്സൽ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. The content of the active cell will be displayed in a dash. അതായത് ഈ ആക്റ്റീവ് സെല്ലിന്റെ ഉള്ളടക്കം ഡാഷിൽ പ്രദർശിപ്പിക്കും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി ടാസ്ക് ബാർ, ഓപ്ഷൻ സി മെനു ബാർ, ഓപ്ഷൻ ഡി ഫോർമുല ബാർ. The content of the active cell will be displayed in ഫോർമുല ബാർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which command is used to close the Excel application? Which command is used to close the Excel application? അതായത് എക്സൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സേവ്, ഓപ്ഷൻ ബി ക്ലോസ്, ഓപ്ഷൻ സി എക്സിറ്റ് എക്സൽ, ഓപ്ഷൻ ഡി എക്സിറ്റ് ഓപ്ഷൻസ്. Which command is used to close the Excel application? ഓപ്ഷൻ സി ആണ് ആൻസർ എക്സിറ്റ് എക്സൽ. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon clipboard group appears? അതായത് ഏത് റിബണിലാണ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി കോമ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമുല. ഇൻ വിച്ച് റിബൺ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് അപ്പിയേഴ്സ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon alignment group appears? അതായത് ഏത് റിബണിലാണ് അലൈൻമെന്റ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമുല. ഇൻ വിച്ച് റിബൺ അലൈൻമെന്റ് ഗ്രൂപ്പ് അപ്പിയേഴ്സ്? ഓപ്ഷൻ ബി ആൻസർ ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. In which ribbon editing group appears? അതായത് ഏത് റിബണിലാണ് എഡിറ്റിംഗ് ഗ്രൂപ്പ് ദൃശ്യമാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഫോർമുല. ഇൻ വിച്ച് റിബൺ എഡിറ്റിംഗ് ഗ്രൂപ്പ് അപ്പിയേഴ്സ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഹോം. അടുത്ത ക്വസ്റ്റ്യൻ. In which group merge and center button appears? അതായത് ഏത് ഗ്രൂപ്പിലാണ് മെർജ് ആൻഡ് സെന്റർ ബട്ടണും ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോണ്ട്, ഓപ്ഷൻ ബി എഡിറ്റിംഗ്, ഓപ്ഷൻ സി ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ ഡി അലൈൻമെന്റ്. ഇൻ വിച്ച് ഗ്രൂപ്പ് മെർജ് ആൻഡ് സെന്റർ ബട്ടൺ അപ്പിയേഴ്സ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ അലൈൻമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. In Excel, what is the use of format cell alignment orientation? അതായത് ഈ എക്സൽ ഫോർമാറ്റ് സെല്ലുകളുടെ ഉപയോഗം, വിന്യാസം, ഓറിയന്റേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ചേഞ്ച് ദ കളർ ഓഫ് ദ സെല്ല്, ഓപ്ഷൻ ബി ചേഞ്ച് ദ കളർ ഓഫ് ദ ടെക്സ്റ്റ്, ഓപ്ഷൻ സി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ സെല്ല്, ഓപ്ഷൻ ഡി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. ഇൻ എക്സൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫോർമാറ്റ് സെൽസ് അലൈൻമെന്റ് ഓറിയന്റേഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ടെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which shortcut key is used to invoke the format cell dialog box? അതായത് ഫോർമാറ്റ് സെല്ല് ഡയലോഗ് ബോക്സ് അഭ്യർത്ഥിക്കാൻ ഏത് കുറുക്കുവഴി കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ Ctrl+1, ഓപ്ഷൻ ബി Ctrl+2, ഓപ്ഷൻ സി Ctrl+3, ഓപ്ഷൻ ഡി Ctrl+4. Which shortcut key is used to invoke the format cell dialog box? Option A ആണ് ആൻസർ Ctrl+1. അടുത്ത ക്വസ്റ്റ്യൻ. How the cell address is represented in Excel? അതായത് എക്സലിലെ സെൽ അഡ്രസ് എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഷീറ്റ് റോയ്, ഓപ്ഷൻ ബി കോളം റോയ്, ഓപ്ഷൻ സി റോ കോളം, ഓപ്ഷൻ ഡി ഷീറ്റ് കോളം. How the cell address is represented in Excel? ഓപ്ഷൻ ബി ആണ് ആൻസർ കോളം റോയ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഇൻ വിച്ച് ഗ്രൂപ്പ് ബോർഡർ ബട്ടൺ അപ്പിയേഴ്സ്, അതായത് ഏത് ഗ്രൂപ്പിലാണ് ബോർഡർ ബട്ടൺ ദൃശ്യമാകുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോണ്ട്, ഓപ്ഷൻ ബി എഡിറ്റ്, ഓപ്ഷൻ സി സ്റ്റൈല്, ഓപ്ഷൻ ഡി അലൈൻമെന്റ്. ഇൻ വിച്ച് ഗ്രൂപ്പ് ബോർഡർ ബട്ടൺ അപ്പിയേഴ്സ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഫോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, which option is used to break the text into multiple lines within the cell when the text exceeds the column width of the cell? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? അതായത് ഈ വാചകം സെല്ലിന്റെ നിരയുടെ വീതിയെ കവിയുമ്പോൾ സെല്ലിനുള്ളിലെ ടെക്സ്റ്റ് ഒന്നിലധികം വരികളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെർജ്, ഓപ്ഷൻ ബി ഫ്രീസ്, ഓപ്ഷൻ സി wrap text, ഓപ്ഷൻ ഡി split window. Which option is used to break up the text into multiple lines within the cell when the text exceeds the column width of the cell? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, wrap text. അടുത്ത ക്വസ്റ്റ്യൻ, which option is used to increase the length of the cell? അതായത് സെല്ലിന്റെ നീളം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓട്ടോ ഫിറ്റ് റോയ്, ഓപ്ഷൻ ബി റോ ഹൈറ്റ്, ഓപ്ഷൻ സി കോളം വിഡ്ത്ത്, ഓപ്ഷൻ ഡി ഓട്ടോ ഫിറ്റ് കോളം. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സെല്ല്? ഓപ്ഷൻ ബി ആണ് ആൻസർ, റോ ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രിവ്യൂ ബിഫോർ പ്രിന്റിംഗ്? അതായത് ഈ അച്ചടിക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ ചെയ്യാൻ ഏത് ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രിന്റ്, ഓപ്ഷൻ ബി ക്വിക്ക് വ്യൂ, ഓപ്ഷൻ സി പ്രിന്റ് പ്രിവ്യൂ, ഓപ്ഷൻ ഡി പേജ് ബ്രേക്ക് പ്രിവ്യൂ. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രിവ്യൂ ബിഫോർ പ്രിന്റിംഗ്? ഓപ്ഷൻ സി ആണ് ആൻസർ, പ്രിന്റ് പ്രിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, in which ribbon/tab does illustrations group appear? അതായത് ഏത് റിബൺ ടാബിലാണ് ചിത്രീകരണ ഗ്രൂപ്പ് ദൃശ്യമാകുന്നത്? നോക്കാം. ഓപ്ഷൻ എ ഇൻസേർട്ട്, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി ഫോർമുലാസ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. ഇൻ വിച്ച് ribbon/tab does illustrations group appear? ഓപ്ഷൻ എ ആൻസർ, ഇൻസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in which ribbon/tab does links group appear? അതായത് ഈ ഏത് ribbon/tabലാണ് ലിങ്ക് ഗ്രൂപ്പ് ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി ഇൻസേർട്ട്, ഓപ്ഷൻ ഡി ഹോം. ഇൻ വിച്ച് ribbon/tab does links group appear? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇൻസേർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in which ribbon/tab does Excel themes group appear? അതായത് ഏത് ribbon/tabലാണ് എക്സൽ തീമുകൾ ഗ്രൂപ്പുകൾ ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡാറ്റ, ഓപ്ഷൻ ബി റിവ്യൂ, ഓപ്ഷൻ സി ഫോർമുലാസ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. ഇൻ വിച്ച് ribbon/tab does Excel themes group appear? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പേജ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in which ribbon/tab does scale to fit group appear? അതായത് ഏത് ribbon/tabലാണ് ഗ്രൂപ്പിന് അനുയോജ്യമായ സ്കെയിൽ ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി ഹോം, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. ഇൻ വിച്ച് ribbon/tab does scale to fit group appear? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പേജ് ലേഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, in which ribbon/tab does defined names group appear? ഏത് ribbon/tabലാണ് നിർവചിക്കപ്പെട്ട പേരുകളുടെ ഗ്രൂപ്പ് ദൃശ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി വ്യൂ, ഓപ്ഷൻ സി റിവ്യൂ, ഓപ്ഷൻ ഡി ഫോർമുലാസ്. ഇൻ വിച്ച് ribbon/tab does defined names group appear? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഫോർമുലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.